Hi dears, welcome back to our family. അപ്പോൾ ഇത് ഇൻട്രോ എടുക്കാനുള്ള ടൈം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മളുള്ളത് പട്ടായയിലുള്ള നുഗ്നൂച്ച് ഗാർഡനിലാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗാർഡനാണ്. ഗാർഡൻ മീൻസ് കുറേ ഐറ്റംസൊക്കെ കാണാനുണ്ട്. എന്നാൽ ഒരുപാട് പടഭണ്ഡാരം പോലെ ഉണ്ടാക്കി വെച്ചേക്കും, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോ കാണുന്നവരോട് പറയട്ടെ, നമ്മൾ തായ്ലാൻഡ് എന്ന് പറയുമ്പം ഇതുപോലുള്ള വീഡിയോസിനകത്തായിരിക്കും നമ്മൾ കൂടുതൽ കാണുന്നത്. അതൊക്കെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ക്യാഷ് ചിലവാക്കിയിട്ട് തായ്ലൻഡിൽ പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ പറയാം കേട്ടോ. ഭയങ്കര സംഭവമൊന്നുമല്ല, അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഗാർഡൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാണാനൊക്കെ ഒരുപാടുണ്ട്. ഫോട്ടോസ് എടുക്കാനും ഇവർ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണാനൊക്കെ ഭംഗിയാണ്. ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്, നുഗ്നൂച്ച് ഗാർഡനാണ്. ഈ കൂടെ ഉള്ളത് നമ്മുടെ കൂടെ വന്ന ആൻറ്റിയും അങ്കിൾമാരും ഒക്കെയാണ്. കുറേ പേരുണ്ട് കേട്ടോ. ഒത്തിരി നമുക്കൊരു ഫാമിലി കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. നമുക്ക് നമ്മുടെ നാട് ഇതിലും അത് ഞാൻ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നുഗ്നൂച്ച് ഗാർഡനിലെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലഫൻസ് ആണ്. കുറേ എലഫൻസ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഭയങ്കര നമ്മുടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടല്ലോ, ഒരു നായ്ക്കുട്ടി എങ്ങനെയാണോ നമ്മളോട് ആ ഒരു ബിഹേവ് ചെയ്യുന്നത്, ആ ഒരു രീതിയിലാണ് ഇവിടെ നിൽക്കുന്ന ആനകളെല്ലാം നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. തലയൊക്കെ ആട്ടി തുമ്പിക്കൈയൊക്കെ പൊക്കി ടാറ്റയൊക്കെ കാണിച്ച് ഭയങ്കര കമ്പനിയാണെന്ന് ഈ ആനകൾ. ഈ ആനകളുടെ ഒരു ഷോ ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഫുൾ വ്ലോഗ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവറ്റങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് വീഡിയോ എടുക്കാം. അതുപോലെ ഇവർ ടിപ്സൊക്കെ ചോദിക്കും കേട്ടോ. ഇതിൻ്റെ മുകളിലിരിക്കുന്നതല്ല, ആനകൾ കഴിഞ്ഞിട്ട് നമ്മളോട് പൈസ ചോദിക്കും. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കണം. അവർ ഭയങ്കര സലാമൊക്കെ കാണിച്ച് ഭയങ്കര ഹാപ്പിനെസ് ആണ് കേട്ടോ. ഇത് കാണാൻ നല്ല രസമാണ്. ഈ ആനകളുടെ ഈ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഇതിന് പുറത്ത് കയറി നമുക്ക് സവാരി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഭയങ്കര റേറ്റ് ആകും കേട്ടോ. കുറഞ്ഞ ഒരു 100 ബാത്തെങ്കിലും വേണം. കൂടിയതല്ല, ഒരു 300 ബാത്ത് 100 ബാത്ത് ആ ഒരു റേറ്റിനകത്തൊക്കെയാണ് എല്ലാം വാങ്ങുന്നത്. 300 ബാത്ത് ആകുമ്പോൾ നാട്ടിൽ ഏകദേശം 780-800 രൂപ അടുപ്പിച്ചിട്ട് വരും. നമ്മുടെ നാട്ടിൽ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ഒരു ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 2.5 രൂപയാണ്. അപ്പം ഒരു 10 ബാത്ത് ആകുമ്പോഴത്തേന് നാട്ടിൽ ഒരു 15 രൂപ അടുപ്പിച്ചിട്ട് വരും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇവിടുത്തെ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലുള്ള ഈ ആനകളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതാക്കുന്നതെന്ന് വെച്ചാൽ കഷ്ടപ്പാടും കാര്യങ്ങളുമൊക്കെ ഉത്സവത്തിനൊക്കെ ഇറക്കി ഇതൊക്കെ ആക്കുന്നത് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയല്ല കേട്ടോ. ഇവിടുത്തെ ആനയൊക്കെ പാവം തോന്നും കാണുമ്പോൾ. കഷ്ടമാണ്. എല്ലാം ഒരുമാതിരി ശോഷിച്ച് നിൽക്കുക. അതിൻ്റെ കാലൊക്കെ എല്ല് പോലെ ആയിട്ട് കഷ്ടമാണ് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആനകളുടെ അല്ല, ഇവർ വളർത്തുന്ന എല്ലാ മൃഗങ്ങളുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു പ്ലേസൊക്കെ കാണാനൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞ കണക്ക് ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മൾ ഈ ഒരു റേറ്റൊക്കെ കൊടുത്തിട്ട് ഈ ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോകുന്നത് വേർത്താണ്. എന്നാൽ കൂടിയിട്ട് നമ്മളൊരു ഫോറിൻ കൺട്രി പോയ ഒരു ഫീലൊന്നും നമുക്ക് തോന്നില്ല. ഞാനത് എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്ലോഗ് ഞാൻ വേറെ വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറയാം കേട്ടോ, എന്തുകൊണ്ടിട്ടാണ് എന്നൊക്കെ ഉള്ളത്. കാര്യം എല്ലാം കൂടെ ഇട്ട് വലിച്ചഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ ബാക്കിൽ പോണതാണ് നമ്മുടെ ടൂറിൻ്റെ കോർഡിനേറ്റർ റിയാസിക്ക ഭയങ്കര പൊളിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തായ്ലൻഡ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പറയണമല്ലോ, ഒരു 1 ടൈം ട്രിപ്പ് പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് മാത്രമാണ് തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര സംഭവമായിട്ടൊന്നും അവിടെ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും പട്ടായ ഓരോ കൺട്രീസിനും ഓരോരോ ഒരു സ്പെസിഫൈ ചെയ്തിട്ട് ഓരോ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തായ്ലൻഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ പട്ടായ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ കൊടുക്കുന്നത് സെക്സ് ടൂറിസമാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ വരും വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും വീഡിയോയിൽ പറയാം. ഈ ഒരു തായ്ലൻഡ് എന്ന് പറയുന്ന കൺട്രി ഫോക്കസ് ചെയ്യുന്നത് സെക്സ് ടൂറിസത്തിനാണ്. ഓരോ ടൂറിസം ബേസിന് ഒരുപാടുണ്ട്. ക്യൂസീൻ ടൂറിസം ഉണ്ട്. ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതുണ്ടല്ലോ, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവരുണ്ടാവും. അത് ബീച്ച് ടൂറിസം ഉണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിൽഗ്രിമേജ് ടൂറിസം ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൂറിസം തന്നെ ഒരുപാടുണ്ട്. ഞാൻ ടൂറിസം പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ് കേട്ടോ. ബിക്കോസ് ഞാൻ ഏവിയേഷൻ പഠിച്ച ടൈമിൽ ഞാൻ ഏവിയേഷൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഏവിയേഷനിൽ എൻ്റെ ഒരു സബ്ജക്റ്റ് ടൂറിസം ആയിരുന്നു. സോ എനിക്കിതൊക്കെ പഠിക്കാനുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺട്രീൻ്റെ ഫുൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ലോഗ് ഞാൻ
വേറെ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഏരിയ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ കവർ ചെയ്യാനായിട്ടൊക്കെ കുറേ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പേജ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. ഇത് കൊളാബല്ല, പെയ്ഡ് പ്രൊമോഷനല്ല, നമ്മൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2-3 വീഡിയോസൊക്കെ സ്റ്റോറിയൊക്കെ ഇട്ട ടൈമിൽ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇടുന്ന ഡ്രസ്സിങ് സെൻസ് ശരിയല്ല. ഞാൻ അങ്ങനെ ഭയങ്കര മോഡേണായിട്ടൊന്നും നടക്കുന്ന ആളല്ല. ഞാനായാലും ദേവി ആയാലും ഭയങ്കര മോഡേണായിട്ടൊന്നും അല്ല നടക്കുന്നത്. നമ്മൾ നോർമൽ ചുരിദാർ, ടോപ്പ്, സാരീസ്, കുർത്തീസ് അതൊക്കെ തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ബട്ട് നമ്മൾ വേറൊരു ഫോറിൻ കൺട്രിയിൽ പോകുമ്പോൾ അവിടുത്തെ ആ ഒരു കൾച്ചറുമായിട്ട് നമുക്ക് ഒത്തുപോകാനുള്ള ഡ്രസ്സ് ഇടുന്നുള്ളൂ തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ കുഴപ്പമില്ല. ബിക്കോസ് നമ്മൾ ഒരു സാരി ഉടുത്ത് മുല്ലപ്പൂക്കെ ചൂടി പൊട്ടൊക്കെ ചുറ്റി പോകാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് അമ്പലത്തിലേക്കല്ല, അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ അല്ല പോകുന്നത്. അവിടേക്ക് പോകുമ്പോൾ അവിടുത്തെ രീതികളുമായിട്ട് നമുക്ക് നാട്ടിൽ നിൽക്കുമ്പം ഒരു ഷോർട്ട്സോ സ്ലീവ്ലെസ്സോ ഇട്ടിട്ട് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കും. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ഒരു കൾച്ചർ അനുസരിച്ചുള്ള ഡ്രസ്സ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അവിടെ ആരും നമ്മളെ മൈൻഡ് ചെയ്യില്ല. ഈ സാരിയൊക്കെ കൊടുത്തിട്ട് നടക്കുമ്പോഴേക്കും നോക്കുക ഇതേത് ജീവി എന്ന് പറഞ്ഞോണ്ട്. നമ്മുടെ ഇന്ത്യക്ക് അത് മാത്രമുള്ളതെന്ന് തോന്നട്ടെ ഇത്രയും ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ നോക്കുന്നത്. കാര്യം അവിടെ ചെന്നതിന് ശേഷം ഒറ്റ മനുഷ്യരില്ല, നമ്മൾ അങ്ങ് ആരും മൈൻഡ് ചെയ്തു പോലുമില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കി നമുക്ക് നടക്കാം. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ചേട്ടന്മാർ, തമിഴന്മാരും മലയാളികളൊക്കെ ഉണ്ടല്ലോ, അവർ ഓരോ ഗേൾസിനെ പുറത്തുനിന്ന് പോകുന്നവർ പോട്ടെ, നമ്മളെ അവിടെ ഉള്ളവരെ നോക്കുന്നതൊക്കെ പോട്ടെ, നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ നമുക്ക് തൊലി ഉരിയുന്ന പോലെ തോന്നും. അങ്ങനെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ട് കാസർഗോഡ് നിന്ന് വന്നതാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. ഭയങ്കര നമുക്കൊരു ഫാമിലി പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കി പുറത്തുനിന്ന് വന്നതാണെന്നൊന്നും അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ലായിരുന്നു കേട്ടോ. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിരുന്നാൽ ഇതേ നോക്ക്. ബേബി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവരുടെയും കൂട്ടത്തിൽ ഇങ്ങനെ ബേബിക്ക് നടക്കാനായിരുന്നു കേട്ടോ കൂടുതൽ ഇഷ്ടം. വാക്കറിൽ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ നടന്ന് എല്ലാം കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇഷ്ടം. നടക്കലായിരുന്നു, ആശന ഓട്ടമായിരുന്നു. പിന്നെ ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങൾ പോയ ടൈമിൽ ഭയങ്കര ചൂടായിരുന്നു. അല്ലാത്ത ക്ലൈമറ്റ് ഉണ്ട് കേട്ടോ. അവർക്ക് ഒക്ടോബർ തൊട്ടിട്ടിരുന്നാണ്ട് നല്ല തണുപ്പ് ആ ഒരു ക്ലൈമറ്റ് തുടങ്ങുകയാണ്. സോ കുഴപ്പമില്ലായിരുന്നു. ആ ഒരു ടൈമിൽ പോയാൽ മതിയെന്ന് തോന്നി. അത്ര ഭയങ്കര ചൂടും വെയിലും ആയിരുന്നു കേട്ടോ. ഫേസൊക്കെ ഭയങ്കര ഡള്ളായി, മൊത്തം ടാൻ ആയിട്ടുണ്ട്. എത്രയൊക്കെ സൺസ്ക്രീനോ പ്രൊട്ടക്ഷനോ ഒക്കെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ഇവിടുത്തെ വെയിലിനൊന്നും ഒരു കുറവില്ല. ബോഡി ഫുള്ളായിട്ട് നമ്മൾ സൺസ്ക്രീനും പ്രൊട്ടക്ഷനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു. കുഞ്ഞിന് വരെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. എല്ലാവരും നല്ല ടാൻ ആയിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റ് ഭയങ്കര മോശം ക്ലൈമറ്റ് ആയിരുന്നു. ഈ ഒരു ടൈമിൽ പോയിട്ടായിരിക്കും. പിന്നെ ഇവരിതൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ. നല്ല രസം വെച്ചാൽ ഭയങ്കര എല്ലാം നല്ല അടിപൊളി ഫിനിഷിംഗ് ആണ്. ഈ ഒരു ഗാർഡൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഈ നിഗ്നോഷ് ഗാർഡൻ്റെ കാര്യം മാത്രമാണ്. സോ അതിൻ്റെ കാര്യം മാത്രമാണ് സ്പെസിഫൈ ചെയ്തിട്ട് ഞാൻ പറയുന്നത്. ഇതൊരു നമ്മുടെ ഇതുണ്ടല്ലോ, എന്തുട്ടാണ് അതിൻ്റെ പേര്, അതിന് പറയുന്ന പേരെന്തുട്ടാ, എന്തോ ഞാൻ മറന്നുപോയി. പിന്നെ നമുക്ക് ഈ ഒരു താഴത്ത് മാത്രമല്ല, മുകളിലേക്കൊക്കെ പോയി കാണാൻ വേണ്ടി ഇതുപോലെ പാലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി കാണാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തായാലും ഇങ്ങനെ ഐറ്റംസ് ഒന്നും വരില്ല കേട്ടോ. നമ്മുടെ ഈ കല്ലുകളുണ്ടല്ലോ, നമ്മുടെ ഈ മാർബിൾ സ്റ്റോൺസ് അല്ലെങ്കിൽ വെള്ളാരം കല്ല് എന്നൊക്കെ പറയുമല്ലോ, ആ കല്ലുകളിലാണ് ഈ വോളിനകത്തുള്ള ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്നത്തെ ദിവസത്തെ ഫുഡ് നമുക്കുണ്ടായിരുന്നത് നിഗ്നോഷ് ഗാർഡനിൽ തന്നെയായിരുന്നു. അത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് ഈ ഒരു ടൂർ പാക്കേജ് എടുത്തിട്ടുള്ളവർക്ക് അവർ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് നോക്കിയിട്ടാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് റൈസും ഫ്രൈഡ് റൈസും നാനും അങ്ങനെ എന്താണോ വേണ്ടത് നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഫുഡാണ് കേട്ടോ ഉണ്ടായിരുന്നത്. തായ് ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ആ ഒരു ഫ്ലേവർ എല്ലാവരും കഴിക്കണമെന്നില്ല. അതുകൊണ്ടിട്ടാണ് കൂടുതലും ഇവർ ഇന്ത്യൻ ഫുഡിനെ ഫോക്കസ് ചെയ്യുന്നത്. എന്തായാലും ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടിട്ട് 49 kg ആയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ 51 kg ആയിട്ട് 4 ദിവസം കൊണ്ടിട്ട് കൂടിയിട്ടുണ്ട്. പോട്ടെ, മാറും. ഇത്രയും തായ്ലൻഡ് വന്നതിൽ ഫുഡുകളാണ് ഏറ്റവും സെറ്റപ്പ്. അല്ലെ, വന്ന ഫുഡെല്ലാം സൂപ്പറായിരുന്നു അല്ലേ. എനിക്ക് പക്ഷേ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രൈ ആയി കൊണ്ടുപോകും അല്ലേ. ഒരു ബീഫിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെ.
നമുക്ക് പാർസലായി കൊണ്ടുപോയാലും നാട്ടിൽ കൊണ്ടുപോയാലോ? എന്തുവാ ചീത്തയാവൂല്ലേ? ഫ്രോസണായി കൊണ്ടുപോകണം. ഞാൻ ഒട്ടകത്തിനെ കൊണ്ടുപോകാൻ ചെയ്ത നാട്ട് ദുബായിന്ന്. പക്ഷേ കുട്ടീനെ കിട്ടിയില്ല, വലിയ മൂത്തതേ ഉള്ളൂ, കൊണ്ടുപോയിട്ട് കാര്യമില്ല. ചെറു കുട്ടിയുടെ ടേസ്റ്റ്, കുട്ടി കിട്ടാൻ പാടാ. കഥകളി കളിക്കുന്നുണ്ട്. ഏത് ആദ്യം ഞാൻ വീഡിയോ എടുത്ത് തീർക്കട്ടെ. ബോസ് കഴിക്കൂല. അപ്പോൾ ഇതൊന്നും അല്ല കേട്ടോ, ഈ ഒരു ആനകളുടെ തന്നെ ഒരുപാട് ശില്പങ്ങൾ. നിങ്ങൾ ആരെങ്കിലും പോകുമെന്നുണ്ടെങ്കിൽ ഇവിടെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ നുഗ്നൂച്ച് ഗാർഡൻ. മെൻഷൻ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗല്ല, അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഫുൾ ടൈം രാവിലെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും, ഫോണിൽ ചാർജ് കാണത്തില്ല. അതൊക്കെ കൊണ്ടാണ് എല്ലാം കവർ ചെയ്യാൻ പറ്റാണ്ടായി പോയിട്ടുള്ളത്. അത്യാവശ്യം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാൻ പറ്റുന്നതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ആ ഒരു വ്ളോഗ്. നാളെ ഞാൻ വേറൊരു വിശേഷവും വേറൊരു തായ്ലാൻഡ് ഡെസ്റ്റിനേഷനുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമ്മളീ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ എലിഫൻറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ.